മുട്ടക്കറി തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാൽ കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ അല്ലെങ്കിൽ അതിനേക്കാളും ടേസ്റ്റിൽ വീട്ടിൽ നമുക്ക് മുട്ടക്കറി തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു പാനിൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണയിലൊന്ന് വഴണ്ടു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില മതിയാവും ആദ്യം, അല്ലെങ്കിൽ 2 തണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഇതിനിങ്ങനെ വഴറ്റി അവസാനം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആ ഒരു കൂട്ടും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചതച്ചിടാം, അല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റാക്കി ഇടാം കേട്ടോ. അപ്പം ഇതൊന്ന് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഒരു തക്കാളി മതിയാവും, അല്ലെങ്കിൽ 1.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ് മതിയാവും. ഈ ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് യോജിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വീണ്ടും ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കുമാണ് കറക്റ്റ് അതിൻ്റെ പുളിയൊക്കെ ചേർന്നിട്ട് നമ്മുടെ ഉപ്പ് പാകം അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് 1 കപ്പോ 1.5 കപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുത്തത്. കുക്കറിൽ 1 വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും. അപ്പം അല്ലാതെ കുക്ക് ചെയ്യാൻ ഒരു 7-8 മിനിറ്റ് എടുക്കും. അപ്പോൾ കുക്കറിലായിരിക്കും ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെ വേവിച്ച മുട്ട ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് അടച്ച് ഒരു 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ആ മസാലയുടെ മണത്തിന് നമ്മുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് അടച്ച് 2 മിനിറ്റ് കൂടെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ടാവും.